അപ്പോഴേ നമുക്കിതൊരു സ്പെഷ്യൽ ടേസ്റ്റിൽ ഉണക്ക കൊഞ്ചും പൊട്ടറ്റോയും ചേർത്തൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാമേ. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് നന്നായി ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ വേണം ഉരുളൻകിഴങ്ങ് അരിയാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാമേ. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാമേ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു. നന്നായി ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പിടി കൊച്ചുള്ളിയാണ് 2ആയിട്ട് പിളർത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 6 ചന്തമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ഉണക്ക കൊഞ്ച് 1 കപ്പ് കൊഞ്ച് ഒന്ന് ചെറുതായി ചൂടാക്കി തലയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തു വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊഞ്ചും കൊച്ചുള്ളിയും ചില്ലി ഫ്ലേക്സും ഒക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് മാത്രം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് പരുവത്തിന് കൊഞ്ചും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരല്പം എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇളക്കി മിക്സ് ചെയ്യാവേ നന്നായിട്ട്. ഉപ്പ് നോക്കണേ, കിഴങ്ങിനകത്ത് ഉപ്പ് ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ ഒരല്പം കൂടെ നോക്കി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണക്ക കൊഞ്ചും ഉരുളൻകിഴങ്ങും ചേർത്തുള്ള മെഴുക്ക് പുരട്ടി തയ്യാറായി കഴിഞ്ഞു. വളരെ രുചികരമായ ഒരു ഐറ്റമാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ബൈ.